ഹലോ ഗെയ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അമ്പാടി ബ്ലോഗ്. ഞാനിന്ന് വന്നിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോയുമായിട്ടാണ്. പൂരിയും ബാജിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ പൂരിയും ബാജിയും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ് പൂരിയും ബാജിയും. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്കിനി പൂരിക്കിലെ മാവ് കുഴച്ചെടുക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് പൊടിയുപ്പും ചേർത്ത് ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കണം. ഒരുമിച്ച് വെള്ളം ഒഴിക്കാൻ പാടില്ല. ഒരുമിച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കൂടി പോകും. കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് കുഴച്ചെടുക്കാം. മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ബോളാക്കി എടുക്കാം. ഇതാ ചെറിയ ബോളുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പിന്നെ പരത്തിയെടുക്കുന്നവരും ഉണ്ട്. ഞാൻ പരത്തിയെടുക്കലല്ല, ഞാൻ മറ്റേ പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് അമർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്കിനി ഓരോന്നായിട്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. പൂരി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉരുളകളാക്കിയ മാവ് ഇത് പത്തിരി പ്രസ് ഇതിലേക്ക് ഞാൻ കുറച്ച് പ്ലാസ്റ്റിക് കവർ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഓരോ മാവ് എടുത്ത് ഇങ്ങനെ വെച്ച് ഇതിൻ്റെ മേലെ വെച്ച് ഇതിനെ പ്രസ് ചെയ്തിട്ട് എടുക്കും. ഇതാ നന്നായിട്ട് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതാ പൂരി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. രണ്ട് സൈഡും തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് ബാജി കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ബാജി കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് നല്ല വൃത്തിക്ക് കഴുകിയെടുക്കണം. കഴുകിയിട്ട് ഇതിനെ ഒരു ഉരുളക്കിഴങ്ങിനെ 2 കഷ്ണമായിട്ട് മുറിച്ചെടുക്കണം. ഇതൊക്കെ കണ്ടല്ലോ, ഇതുപോലെ മുറിച്ചെടുത്തിട്ട് കുക്കറിലിട്ട് ഒരു 2 വിസിലടുപ്പിച്ചിട്ട് വേവിച്ചെടുക്കണം. വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ തൊലി അടർത്തി കളയുന്നത്. അപ്പം നമുക്ക് ആദ്യം വേവിച്ചെടുക്കാം. ഇതാ ബാജിക്കറിക്ക് ആവശ്യമുള്ള സാധനം: ഒരു കഷ്ണം ഉള്ളി, കുറച്ച് ഉഴുന്ന്, കുറച്ച് കടുക്, കുറച്ച് ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്. ഇത്രയും സാധനമാണ് ബാജിക്കറിക്ക് ആവശ്യമുള്ള സാധനം. ഒരു ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ എല്ലാ പാചകത്തിനും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. മറ്റേ പാം ഓയിൽ, സൺഫ്ലവർ ഒന്നും ഞാൻ ഉപയോഗിക്കില്ല, വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായി വന്നു. ഇനി നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്നൊരു ബ്രൗൺ കളർ ആകുന്ന സമയത്ത് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി, ഇഞ്ചി, പച്ചമുളകെല്ലാം ചേർത്ത് കൊടുക്കാം. ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില കൂടാണ്ട് 2 വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് ഒരു ബ്രൗൺ കളറാവുന്നവരെ വഴറ്റിയെടുക്കണം. ഇത് റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അതിനെ നന്നായി ഉടച്ചെടുക്കാം.
എന്താ തൊലിയെല്ലാം കളഞ്ഞ് വെച്ച് ഉരുളക്കിഴങ്ങ് ഇതിനെ നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇതുപോലെ ഉടച്ചെടുക്കണം. എന്താ ഉരുളക്കിഴങ്ങെല്ലാം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിട്ടില്ലേ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തു. ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളവും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് എല്ലാം യോജിപ്പിച്ചെടുക്കണം. കൂടുതൽ ലൂസാക്കി എടുക്കണ്ട. ഇനി ഇത് തിളച്ച് റെഡിയായിട്ട് വരുമ്പം ഇതിലേക്ക് നമുക്കൊരു സാധനം ചേർത്ത് കൊടുക്കാനുണ്ട്. നന്നായി തിളച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എന്താ 1/2 ഗ്ലാസ് പാല്, തിളപ്പിച്ച് വെച്ച പാല് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്തിട്ട് തിളപ്പിച്ച് വെച്ച പാലാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ നമ്മൾ ബാജിക്കറി റെഡിയായി. പൂരിയും ബാജിയും റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക.